Hello dear students, the use of coordinates എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ടോപ്പിക്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഇൻ ദ 2D പ്ലെയിൻ. 2D പ്ലെയിനിൽ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സെയിം ആക്സിസിലോ അല്ലെങ്കിൽ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലോ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ യൂസിങ് പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ലൈൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഈ ഒരു ലൈനിൽ 2 പോയിൻറ്റ്സ് ഞാൻ എടുക്കുകയാണ്. എ എന്ന ഒരു പോയിൻറ്റും ബി എന്നൊരു പോയിൻറ്റും. എ എന്നൊരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1ഉം y1ഉം, ബി എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് x2ഉം y2. അപ്പോൾ എ ബി, അതായത് ഈ എ ബി എന്നതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് എ ബി എന്ന ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുക. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് ഡിസ്റ്റൻസ് എ ബി, അതായത് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് A23 ആൻഡ് B57. 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എ എന്നൊരു പോയിൻറ്റും ബി എന്നൊരു പോയിൻറ്റും തന്നിട്ടുണ്ട്. ഈ 2 പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ദാറ്റ് ഈസ് എ ബി എന്ന ഡിസ്റ്റൻസ്, എ ബി എന്ന ലൈനിൻ്റെ 2 പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണെന്നറിയാം. റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്നറിയാം അല്ലേ. നമുക്കിവിടെ തന്നിട്ടുള്ള പോയിൻറ്റ്സ് 23 എന്നൊരു പോയിൻറ്റും ഉണ്ട്, 57 എന്ന പോയിൻറ്റും ഉണ്ട്. അപ്പോൾ 23 എന്ന പോയിൻറ്റ് ഞാൻ x1 y1 എന്ന് കൺസിഡർ ചെയ്താൽ y2 57 എന്നുള്ളത് x2 y2 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ x2 എന്ന് പറയുന്നത് ഏത് പോയിൻ്റാണ്? 5 അല്ലേ. 5 മൈനസ് x1 2, 5 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് വിച്ച് പോയിൻറ്റ്? 7, ദെൻ 7 മൈനസ് y1 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ പ്ലസ് 7 മൈനസ് 3 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. 9 പ്ലസ് 16 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 25. റൂട്ട് 25 എന്ന് പറയുന്നത് നമുക്ക് 5 യൂണിറ്റ്സ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എ ബി എന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്? 5 യൂണിറ്റ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടെത്തേണ്ട ഫോർമുലയാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത്. 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതിനെ നമ്മൾ റൂട്ട് ഓഫ് ഇങ്ങനെ ഇക്വേഷൻ കൊടുത്താലും കുഴപ്പമില്ല. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും പ്രോബ്ലം ഇല്ല. കാരണം ഒരു നെഗറ്റീവ് സൈൻ വന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കത് എന്തായി മാറും? നെഗറ്റീവ് സൈൻ പോയിട്ടത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ട് മാറും. അതുകൊണ്ട് ഇക്വേഷൻ നമുക്ക് x2 മൈനസ് x1 എന്നോ അല്ലെങ്കിൽ x1 മൈനസ് x2 എന്ന് എടുത്താലും അവിടെ വിഷയമില്ല. കാരണം എന്താണ്, നമ്മൾ ആ നമ്പറിനെ ഏത് നമ്പർ ആയിക്കോട്ടെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ സ്ക്വയർ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഒരു ആൻസർ കിട്ടിയാലും സ്ക്വയർ ചെയ്ത് അതെന്തായി മാറും? പോസിറ്റീവായിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് 1, 2 ആൻഡ് 4, 6. 1, 2, 4, 6 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇവിടെ പോയിൻറ്റ്സ്, അതായത് നമുക്ക് തന്നിട്ടുള്ള കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സിന് നൈമിംഗ് ഒന്നും തന്നിട്ടില്ല. ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് പി എന്ന പോയിൻറ്റ് 1, 2 ആൻഡ് ക്യൂ എന്ന പോയിൻറ്റ് ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 4, 6. അപ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പി ക്യൂ എന്നതിൻ്റെ ഡിസ്റ്റൻസാണ്. x1 y1 എന്ന് എടുക്കുവാണ്, പി എന്ന പോയിൻറ്റിനെ x2 y2 എന്ന് എടുക്കുവാണ്, അതിലെ പോയിൻറ്റ്സ് അതായത് നമ്മുടെ കോർഡിനേറ്റ്സിനെ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ അതേപടി കൊടുക്കുക. ഇക്വേഷന് സെപ്പറേറ്റ് മാർക്ക് ഉള്ളതാണ്. സോ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതാൻ മറന്നു പോകരുത്. പി ക്യൂ നമുക്ക് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫോർമുല x2 റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 4 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്നിട്ട് 4 minus 1 the whole square 3 square plus 6 minus 2 4 square. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ പോലെയാണ് 9
പ്ലസ് 4 സ്ക്വയർ 16 റൂട്ട് ഓഫ് 25 എന്ന് കിട്ടും. റൂട്ട് 25 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 5 ആണ്. അപ്പോൾ 5 യൂണിറ്റ്സ് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടൗൺ പ്ലാനർ മാർക്സ് 2 പോയിൻറ്റ്സ് ഓൺ എ കോർഡിനേറ്റ് മാപ്പ്. ഒരു കോർഡിനേറ്റ് മാപ്പിൽ ഒരു ടൗൺ പ്ലാനർ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ പാർക്ക് അറ്റ് പി, പാർക്ക് എന്ന പോയിന്റ് പി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. -3, 4 എന്നാണ് കോർഡിനേറ്റ്സ്, അതായത് കോർഡിനേറ്റ് ആ പോയിന്റ്സ്. ആൻഡ് എ സ്കൂൾ അറ്റ് ക്യൂ, സ്കൂളിൻ്റെ പോയിന്റ് ക്യൂ എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 3 - 4 ആണ് പോയിന്റ്സ്. ഈച്ച് പോയിന്റ് ഓൺ ദ മാപ്പ് റിപ്രസെൻറ്റ്സ് 1 കിലോമീറ്റർ. മാപ്പിലെ ഓരോ ഈച്ച് യൂണിറ്റ്, അതായത് ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് 1 കിലോമീറ്ററിനാണ് റിപ്രസെൻ്റ് ചെയ്യുക. അതായത് ഓരോ മാപ്പിൽ കാണിക്കുന്ന ഓരോ യൂണിറ്റ് ആ ഡിസ്റ്റൻസ് 1 കിലോമീറ്ററാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദി സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർക്ക് ആൻഡ് സ്കൂൾ. പാർക്കും സ്കൂളും തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പാർക്കും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് പാർക്കും സ്കൂളും തമ്മിലുള്ള എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഗീവൺ തന്നിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? പി എന്ന പോയിന്റ് നമുക്ക് എത്രയാ ഗീവൺ തന്നിട്ടുള്ളത്? P -3, 4 എന്നും തന്നിട്ടുണ്ട്. ക്യൂ എന്ന പോയിന്റ് എന്ന് പറയുന്നത് 3 - 4 തന്നിട്ടുണ്ട്. x1 y1 P എന്ന പോയിന്റിനെയും x2 y2 എന്ന് പറയുന്നത് Q എന്ന പോയിന്റിനെയും നമുക്ക് കൺസിഡർ ചെയ്യാം. ബൈ യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് കൊടുക്കാം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് PQ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് ഇവിടുത്തെ x2 എന്ന് പറയുന്നത് ഏതാണ്? 3 - x1 എന്ന് പറയുന്നത് -3 ആണ്. ആ നെഗറ്റീവും ഈ നെഗറ്റീവും ചേരുമ്പോൾ അവിടെ എന്താവും? +3 ആവും. ദെൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 ദാറ്റ് ഈസ് -4 മൈനസ് y1 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ -4 ദ ഹോൾ സ്ക്വയർ. 3 + 3 എന്ന് പറയുമ്പോൾ എന്താവും? 6 സ്ക്വയർ പ്ലസ് -4 ആകുമ്പോൾ എന്താവും? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ദാറ്റ് ഈസ് -8 ദ ഹോൾ സ്ക്വയർ എന്നാവും. ഈക്വൽസ് റൂട്ട് ഓഫ് 6 സ്ക്വയർ 36. നെഗറ്റീവ് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അതെന്താവും? പോസിറ്റീവ് ആവും. ദെൻ 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? 64. അപ്പോൾ പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്ന. 36 + 64 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 100 എന്ന് കിട്ടും. 100 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? റൂട്ട് 100 എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർക്ക് ആൻഡ് ദ സ്കൂൾ, പാർക്കും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്താ കിട്ടിയത്? 10 യൂണിറ്റ്സ് എന്നാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്നും ആ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്ത് നോക്കിയത്. ഇനി നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് കോളീനിയർ ചെക്ക് ചെയ്യണം. സ്ക്വയർ ആണോ? നമുക്ക് ഓരോ ഷേപ്പുകൾ കറക്റ്റ്ലി നമുക്ക് ചെക്ക് ചെയ്യണം ഡിസ്റ്റൻസ് ബൈ യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. ദെൻ നെക്സ്റ്റ് മിഡ് പോയിൻറ്റ് ഫോർമുല എന്താണെന്ന് നോക്കണം. സോ അതൊക്കെ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോസിലൂടെ നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണാം കേട്ടോ. ഓക്കെ.